നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഒന്നുമില്ല, നമ്മൾ ചാപ്റ്റർ 1 പഠിച്ചവരാണ്. അവിടെ നിങ്ങളൊരു ഗോസസ് ലോ പഠിച്ചു അല്ലേ? എന്താണ് ഗോസസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി പഠിച്ചവരാണ്. എന്താണ് നിങ്ങൾ ഗോസസ് ലോ പഠിച്ചത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്താണ് ലോ പഠിച്ചത്? പറയൂ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഡി എസിന് പറഞ്ഞാൽ ഡി എന്നെടുത്തോട്ടെ, സീക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ് എന്നാണ്. ആണല്ലോ. ഇനി നമ്മൾ ഗോസസ് ലോ മാഗ്നറ്റിസത്തിലും പഠിച്ചു. സോ ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൽ ഇതേ ലോ പഠിച്ചു. എന്താണ് നിങ്ങൾ പഠിച്ചത്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ്. ഡി എസിന് പറഞ്ഞാൽ ഡി എ എന്നെടുക്കാം. അപ്പോൾ ഈക്വൽ ടു 0 എന്നാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ലോ ആണ്, നമ്മൾ പഠിച്ചതാണ് ഫാരഡേയ്സ് ലോ. ഫാരഡേയ്സ് ലോ നമ്മൾ പഠിച്ചതല്ലേ? ഫാരഡേയ്സ് ലോ എന്താണ്? നമ്മൾ പഠിച്ച ഫോമിൽ ഞാൻ ആദ്യം ഒന്ന് പറയാം. എന്താണ് നമ്മൾ പഠിച്ചത്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു d∅dt എന്നാണ് നിങ്ങൾ പഠിച്ചത്. നെഗറ്റീവ് സൈൻ ഇട്ടത് ലെൻസാണ്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു d∅dt എന്നാണ്. ഇവിടുത്തെ ഫൈ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇനി ഇക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വി എന്ന് എഴുതാം. അപ്പോൾ വി ഈക്വൽ ടു d∅dt എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. ഇനി നിങ്ങൾ അവിടെ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം പഠിച്ചായിരുന്നു. എന്താണ്? പൊട്ടൻഷ്യൽ ഈക്വൽ ടു നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പഠിച്ചോ? നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പഠിച്ചോ? അപ്പം നമ്മുടെ ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്തേ. ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്തേ. വിക്ക് വരെ അത് കൊടുക്കൂ. അപ്പം നെഗറ്റീവ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു പറ d∅b/dt എന്ന് എഴുതാം. ഓക്കെ. ഇനി ഈ നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡിൽ ഇൻറ്റു ചെയ്യട്ടെ ഞാൻ. അപ്പം നെഗറ്റീവ് കൊണ്ട് രണ്ട് സൈഡിൽ ഇൻറ്റു ചെയ്താൽ നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടും. പറയും ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു നെഗറ്റീവ് d∅b/dt എന്ന് എഴുതാം. കണ്ടല്ലോ, നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഫാരഡേയ്സ് ലോ. പേടിക്കൊന്നും വേണ്ട. ഇനി നമ്മളിപ്പോൾ പഠിച്ച ഒരു ഇക്വേഷൻ എന്താണ്? ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചതല്ലേ? എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചത്? μ0 IC പ്ലസ് μ0 ε0 d∅e/dt എന്നല്ലേ പഠിച്ചത്? അപ്പോൾ ഇത് നാലാമത്തെ ഇക്വേഷൻ. ഈ 4 ഇക്വേഷനെ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള 4 ഇക്വേഷനാണ്. ഈ 4 ഇക്വേഷനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മാക്സ്വെല്ലാണ് സ്റ്റഡി ചെയ്തത്. അതുകൊണ്ട് ക്രെഡിറ്റ് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തു. ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ ആർക്ക് വിറ്റു? മാക്സ്വെല്ലിന് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇക്വേഷനൊക്കെ ഇനി ആരുടെ പേരിൽ അറിയപ്പെടും? മാക്സ്വെല്ലിൻ്റെ. സോ ദ ഫാമിലി ഓഫ് ദീസ് 4 ഇക്വേഷൻസ് കം അണ്ടർ ദ ഹെഡിങ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. അടിപൊളിയല്ലേ? അപ്പോൾ ഗോസാണ്, ഗോസിൻ്റെതാണ് ആദ്യത്തെ 2 എണ്ണം. ഫാരഡേയുടെ ആണ് മൂന്നാമത്തത്. ഈ നാലാമത്തത് മാക്സ്വെല്ലിൻ്റെ മാത്രമല്ല ആംബിയറിൻ്റെയും കൂടെയാണ്. പക്ഷേ ക്രെഡിറ്റ് മൊത്തം ആരടിച്ചുകൊണ്ട് പോയി? മാക്സ്വെൽ അടിച്ചുകൊണ്ട്. എന്തായിരിക്കും കാര്യം? ബുദ്ധി അയാൾക്ക് നല്ല കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ അദ്ദേഹം ഇതെല്ലാം കയറ്റി പ്രയോഗിച്ചു. അപ്പോൾ അതുകൊണ്ട് ദ ഫാമിലി ഓഫ് ദീസ് 4 ഇക്വേഷൻസ് ഈസ് നോൺ ബൈ ദ നെയിം വാട്ട്? മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഒന്നുമില്ല, സിമ്പിളായിട്ട് 4 ഇക്വേഷൻ എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇല്ലാതാക്കരുത്. സോ വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? റൈറ്റ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഓക്കെ. നമുക്ക് ആദ്യം ഒരെണ്ണം അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതല്ലേ നല്ലത്? നമ്മൾ ഫാരഡേയ്സ് ലോ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഫാരഡേയ്സ് ലോ എന്താണ്? ഫാരഡേയ്സ് ലോ പഠിച്ചത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു d∅dt എന്നാണ്. ഇവിടെ 5b ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇയെ വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ഇനി എന്തെന്ന് എഴുതാം? വി എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യം പറയൂ. പൊട്ടൻഷ്യൽ ഈക്വൽ ടു നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആണോ? ആണ്. ഇനി അടുത്തെന്താണ്? നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായി? നെഗറ്റീവ് ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു പറയൂ d∅dt. ഓക്കെ. നെഗറ്റീവ് ഉണ്ട് രണ്ട് സൈഡിൽ ഇൻറ്റു ചെയ്താൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ പറയും ഇ ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് d∅b/dt. ഇതാണ് നമ്മുടെ
equation. Okay, this is the equation ആണ് Faraday's equation. ഞാൻ ഒന്നുകൂടെ പറയണോ? So tell me, what is induced EMF? d phi by dt. What is phi there? Magnetic flux. Then from second chapter, what is the equation to calculate V? V equal to negative line integral of electric field, you know. Then see, instead of V you write this value, so you are getting this, multiply both the sides by negative, you are getting a new equation. This is actually what? Faraday's law. ഇനി നമ്മൾ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാ മതി, അതൊന്നും എങ്ങും എഴുതി വെക്കരുത്. So listen properly. Write Maxwell's equations. It is a question. So first you write, see, what is our equation? Closed integral E dot ds. Instead of ds you write dA equal to 1 by epsilon 0 into total charge. This is the equation you studied in electrostatics. So this is Gauss's law in electricity. You have to write this at the side. See, next, closed integral B dot ds. You write B dot dA equal to 0. This is Gauss's law in magnetism. Okay, then what is the next one? Faraday's law. What is it? Closed integral, say, E dot dl is equal to, say, what is answer? Minus d phi by dt. Clearly you write phi b. Okay, then this is Faraday's law. What is it? Faraday's law. No problem. Then what is the last one? Closed integral, say, b dot dl equal to mu 0 times ic plus mu 0 times epsilon 0 d phi by dt. What is phi here? Electric flux. This equation is known as Ampere-Maxwell equation. So the family of these four equations come under the category what? Maxwell's equations. So can you write the equations? Okay, integral E dot dA, അടുത്ത integral B dot dA, അടുത്ത integral E dot dl, അടുത്ത integral B dot dl. Right side ഓർത്ത് വെച്ചോണ്ടേ ഉള്ളൂ. So what is the first one? Closed integral E dot dA is equal to 1 by epsilon 0 into Q. At the side you write Gauss's law in electricity. Then what is the next one? Closed integral B dot dA equal to 0. At the side you write Gauss's law in magnetism. Next, closed integral E dot dl equal to minus d phi b by dt. At the side you write Faraday's law. The next one, closed integral B dot dl equal to mu 0 ic plus mu 0 epsilon 0 d phi e by dt. This is called Ampere-Maxwell equation. The family of these four equations come under the category of what? Maxwell's equation. These equations are known as Maxwell's equations. ബുദ്ധിമുട്ടുണ്ടോ? നല്ലതല്ലേ? അടുത്തതിലേക്ക് പോകും.